സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. പാലക്കാട് ഒഴികെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുകയാണ്. അഖിൽ, മഴ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമാവുകയാണ്. ഓറഞ്ച് അലർട്ടിലേക്ക് മാറിയിരിക്കുന്നു മിക്ക ജില്ലകളും. വീണ, സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പ് ഓരോ മണിക്കൂറുകളിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഓറഞ്ച് അലർട്ട് ഇല്ലായിരുന്ന പല ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. അത് വടക്കൻ ജില്ലകളിൽ 4 ജില്ലകളും അതോടൊപ്പം തന്നെ തെക്കൻ ജില്ലയിലെ 1 ജില്ലയും പത്തനംതിട്ടയടക്കം അങ്ങനെ 4 ജില്ലകളിലാണ് ഇപ്പോൾ ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാലക്കാട് ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ, അതായത് രാവിലെ 10 മണിക്കുള്ള അലർട്ടിൽ പാലക്കാടും ഓറഞ്ച് അലർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഈ ഘട്ടത്തിൽ ഓറഞ്ച് അലർട്ട് പത്തനംതിട്ടയിൽ പാലക്കാട് പ്രഖ്യാപിക്കപ്പെടുന്നില്ല. എന്തായാലും സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, കള്ളക്കടൽ പ്രതിഭാസം സംസ്ഥാനത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലയും അതോടൊപ്പം തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുമെല്ലാം സാധ്യതയുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. ഉയർന്ന തിരമാല അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും അത് കരയിലേക്ക് അടിച്ചു കയറാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് മത്സ്യബന്ധനത്തിന് പോലും ഒരു വിലക്കേർപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഈ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, തെക്കൻ തെലുങ്കാനയുടെ തീരദേശത്തിന് മുകളിലായി ചക്രവാത തുഴിയും അതോടൊപ്പം തന്നെ തെക്കൻ മഹാരാഷ്ട്ര മുതൽ തെക്കൻ കേരളത്തിന്റെ തീരം വരെയുള്ള ഒരു ചക്രവാത ചുഴിയുമാണ് സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള മഴയ്ക്ക് സാധ്യതയായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതിനോടൊപ്പം തന്നെ മലയോര പ്രദേശങ്ങളിലെ രാത്രികാല യാത്രകൾ അതുപോലെ തന്നെ മത്സ്യബന്ധനം തുടങ്ങിയവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നൊരു നിർദ്ദേശം കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സംസ്ഥാനത്തിനോട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും സംസ്ഥാനം അതീവ ജാഗ്രതയോടെ തന്നെ പോകണം എന്നതാണ് നിർദ്ദേശം നൽകുന്നത്. കാരണം കാലവർഷം ഏത് നിമിഷം വേണമെങ്കിലും കുറച്ചുകൂടി ശക്തി സംസ്ഥാനത്ത് പ്രാപിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് മുൻനിർത്തിയായിരിക്കണം മുൻകൂട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട എന്ന നിർദ്ദേശമാണ് സർക്കാരിനോട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിരിക്കുന്നത്. വീണ, അതേസമയം ഈ പറയുന്ന എന്ത് പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത് എന്ന് കൂടി പറയാമോ അഖിൽ? എന്തെങ്കിലും നടപടികൾ അല്ലെങ്കിൽ ഈ ഏകോപന ചുമതല നൽകുന്ന യോഗങ്ങൾ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ കേരളത്തിൽ? ഇപ്പോൾ ഈ ഓറഞ്ച് അലേർട്ട് ഇവിടുന്ന് അങ്ങോട്ട് നമുക്കറിയാം, കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ വലിയ തോതിൽ മഴക്കെടുതികളിലേക്ക് പോകുന്നത് നമുക്ക് മുൻകാലങ്ങളിൽ നമുക്ക് പരിചയമുള്ളതാണ്. അപ്പോൾ മുന്നൊരുക്കങ്ങൾ എടുക്കേണ്ടതുണ്ട്. അതിനൊക്കെ എന്തെങ്കിലും നടപടികൾ തുടങ്ങിയതായെങ്കിലും അറിയാമോ? നിലവിൽ അത്തരത്തിലൊരു യോഗമൊന്നും ഇതുവരെ സംസ്ഥാനത്ത് നടന്നിട്ടില്ല. കാരണം എല്ലാവരും യോഗം ചേരുന്നുണ്ട്. അത് സംസ്ഥാനത്ത് ഉണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടികൾ വിലയിരുത്തുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് യോഗം ചേരുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ടത് സംസ്ഥാനത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം തന്നെ നേതൃത്വം നൽകിയ തൃശ്ശൂരിലെ പരാജയത്തിലാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സർക്കാർ കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ഇടപെടുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ തന്നെ മിനിസ്റ്റർ നാട്ടിലാണ്, തലസ്ഥാനത്ത് എത്തിയിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനും അവരിൽ നിന്നും അറിയാനും സാധിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് ഇപ്പോഴും ചില മേഖലകളിലൊക്കെ ഉണ്ടാകുന്ന, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടായാൽ സംസ്ഥാനത്തിന്റെ ഒരു പ്രദേശമാണ്, അതായത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ പ്രാവശ്യവും ഈ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടായപ്പോൾ പൊഴിയൂര്, വിഴിഞ്ഞം പോലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ കടൽ തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറുന്നതും വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കൊല്ലത്തുണ്ടായിരുന്നു, കോഴിക്കോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ അതിരൂക്ഷമായ കടൽക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിനൊന്നും തന്നെ ഒരു പ്രതിരോധം തീർക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സംരക്ഷണം ഒരുക്കുന്ന കാര്യത്തിലൊന്നും സർക്കാർ ഇതുവരെ ഒരു ഏകോപന നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തിനോട് ജാഗ്രതയോടെ കാര്യങ്ങളെ നോക്കിക്കാണണം എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളെ കാര്യമായി അത് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാനത്ത് ചില ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. കാരണം ഈ കാലവർഷത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ മണിക്കൂറുകളിൽ, അതായത് നമുക്ക് അറിയുന്നതുപോലെ 2 മണിക്കൂർ ഇടവിട്ടാണ് ഈ കാലവർഷത്തിന്റെ അല്ലെങ്കിൽ ഈ അലർട്ടുകൾ വരുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള അലർട്ടുകളിൽ ഏത് നിമിഷം വേണമെങ്കിലും ശക്തമായ മഴയ്ക്ക് സാധ്യത പറയുന്നുണ്ട്, ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത പറയുന്നുണ്ട്. അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിൽ തുടർച്ചയായി മഴ പെയ്യാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മലയോര പ്രദേശങ്ങളിൽ അങ്ങനെ മഴ
പെയ്യുകയാണെങ്കിൽ മണ്ണിടിച്ചിൽ പോലുള്ള ഈ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങൾ സർക്കാർ മുൻകരുതൽ എന്ന നിലയ്ക്ക് തന്നെ എടുക്കണമെന്നൊരു നിർദ്ദേശമാണ് നൽകുന്നുണ്ട് വീണ.